ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ ടെക് പി എസ് സിയുടെ ഓൺലൈൻ കോച്ചിങ്ങിലൂടെ 28ാം റാങ്ക് സ്വന്തമാക്കിയ സുനിഷ മാം ആണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു മീറ്റിലുള്ളത്. സോ മാമിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, മാമിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ, മാമിന് തരാനുള്ള ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടിപ്സും അഡ്വൈസുകളും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മീറ്റിംഗിലൂടെ നമുക്ക് അറിയാം. സോ ഞാൻ മാമിനെ ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം മാം. താങ്ക് യു സർ. മാം, അപ്പോൾ തീർച്ചയായിട്ടും മാമിനെ കുറിച്ച് അറിയാനും, മാം എവിടെയാണ് മാമിന്റെ സ്വദേശം, അതുപോലെ മാമിന്റെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയവ എന്തൊക്കെയാണ്, അതുപോലെ ഇപ്പൊ നിലവിൽ എന്തെങ്കിലും ജോബ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് തീർച്ചയായിട്ടും ഇത് കാണുന്നവർക്കും ഒരു താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. താങ്ക് യു അരുൺ. എൻ്റെ പേര് സുനിഷ എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം കോഴിക്കോടാണ്. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തു. എംടെക് ചെയ്തിട്ടുള്ളത് അഗ്രികൾച്ചറൽ പ്രോസസ്സിങ്ങിലാണ്. അതിനുശേഷം ഞാൻ കുറച്ച് പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്തു. പിന്നെ കോൺട്രാക്റ്റിൽ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് KCIT എന്ന് പറയുന്ന കോളേജിൽ ഒരു 3 കൊല്ലത്തോളം അവിടെ ഞാൻ വർക്ക് ചെയ്തു. ഇപ്പം പിന്നെ ഞാൻ കുറച്ചൊരു 3 ഇയേഴ്സോളം ഞാനൊരു മെറ്റേണിറ്റി ഗ്യാപ്പിലൊക്കെ ആയിരുന്നു. അതിനുശേഷം ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ് ചെയ്തത്. ഇപ്പം ഞാൻ റീസെന്റ് ആയിട്ട് ഒരു 6 months ബാക്ക് ഞാനൊരു യങ് പ്രൊഫഷണൽ ആയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൽ ജോലി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? ഈ ഒരു പോസ്റ്റ് ആക്ച്വലി തിരഞ്ഞെടുക്കാൻ കാരണം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, ഞാൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പം അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു PSC എന്നുള്ളൊരു തോട്ട് വരുന്നത് വരെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഒരു പെർമനന്റ് ജോബിന് വേണ്ടിയിട്ട് അങ്ങനെ ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ കാണുന്ന എക്സാമിനൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ വെറുതെ കുറെ എക്സാംസിന് കണ്ടതിനൊക്കെ അപ്ലൈ ചെയ്യും. ഇപ്പൊ ബാങ്ക് എക്സാമിന്, FCIന്റെ എക്സാം, PSC എല്ലാം ഞാൻ അപ്ലൈ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്നൊരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കത് കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. എനിക്ക് ഞാനിപ്പോൾ കോളേജിലാണെങ്കിലും അഗ്രികൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോളേജിൽ ഞാൻ 3 കൊല്ലത്തോളം പഠിപ്പിച്ചത് ഡയറി എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഡയറിനോടൊരു പ്രത്യേക ഇഷ്ടം ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ ഒരു എക്സാം കണ്ടപ്പോൾ എനിക്കത് കുറച്ച് ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നൊരു തോന്നൽ എനിക്ക് അപ്പോഴേ വന്നു. ഇതിന് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിലും ഗവൺമെന്റ് സർവൻസ് ഇല്ല എൻ്റെ ഫാമിലിയിൽ. അപ്പൊ എനിക്ക് പണ്ടേ ചെറുപ്പം തൊട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഗവൺമെന്റ് സർവൻറ്റ് ആവണം, എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോബ് എത്തണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. എഫേർട്ടൊക്കെ കുറവാണെങ്കിലും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പണ്ടേ. അപ്പൊ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോ മാമിന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒരു എക്സാമിലേക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നത്? കാരണം ഒരു ഓൾറെഡി ഒരു ജോബ് ചെയ്തുകൊണ്ടിരുന്ന വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ടൈം മാനേജ്മെന്റ് ഒക്കെ അത്രയും ഇതായിട്ട് ശ്രദ്ധിക്കണം. ബാക്കി പേഴ്സണൽ കാര്യങ്ങളും അതിൽ എല്ലാത്തിനോടും നമുക്ക് ടൈം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോ പഠിക്കാനായിട്ട് അപ്പോ അതെങ്ങനെയായിരുന്നു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? എങ്ങനെയായിരുന്നു മാമിന്റെ പ്രിപ്പറേഷൻ? ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് ഈ ജോബൊക്കെ നിർത്തേണ്ടി വന്നൊരു ടൈമിലാണ് ഞാൻ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ പഠിച്ച ഉടനെ തന്നെ എനിക്ക് ടെമ്പററി ആയിട്ടാണെങ്കിലും ജോലി എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു കംഫർട്ട് സോണിൽ ഞാനങ്ങനെ നടന്നു പോവായിരുന്നു. ഒരു കോൺട്രാക്ട് ജോബ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി കിട്ടുന്നുണ്ട്, നമുക്ക് പിന്നെ നോക്കാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആ ഒരു സാലറിയിൽ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു. പിന്നെയാണ് കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയപ്പോഴാണ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. ടീച്ചിങ്ങിന് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് നമ്മൾ അത്രയും എപ്പോഴും ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ആയപ്പോൾ എപ്പോഴും ഒക്യുപ്പൈഡ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ എനിക്ക് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ആവരുത് എന്നുള്ളൊരു തോന്നലാണ് ഞാൻ ജസ്റ്റ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പഠിക്കാൻ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങുമ്പോഴേക്ക് ഈ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസും ഹെൽത്ത് കൺസേൺസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് പഠിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ആ ഒരു ടച്ച് പോകരുതെന്ന് എപ്പോഴും വിചാരിക്കുമായിരുന്നു. നമ്മൾ ടച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അത് റൈറ്റ് ഫ്രം 0 സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കുമായിരുന്നു. അങ്ങനെ
മോന്റെ ഡെലിവറി കഴിഞ്ഞ് മോൻ ചെറുതായിരുന്നപ്പോൾ ഒരു 3 months ഒക്കെ ആയപ്പം പിന്നെ ഞാൻ നല്ല പഠിച്ചു തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പം എന്ത് പഠിക്കും നോക്കിയപ്പോഴാണ് അന്നൊരു ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാം ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആ പ്രഗ്നൻസി ടൈമിലും ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ബുക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ വായിക്കും. മോനുണ്ടായാലും ഞാൻ ആ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറിനെ ഇങ്ങനെ പറ്റുമ്പോഴൊക്കെ അവനെയും വെച്ച് എൻ്റെ കാര്യങ്ങളും അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന ടൈം ഞാൻ ജസ്റ്റ് അവൻ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ രാത്രി എനിക്ക് ഉറക്കം കിട്ടാത്തപ്പോഴൊക്കെ ഞാൻ ഇരുന്ന് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. സീരിയസ് ആയിട്ടൊന്നും ഇരുന്ന് പഠിച്ചില്ല, പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ വായിച്ചു. അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ ആ എക്സാം എഴുതിയപ്പോൾ എനിക്കതിൽ 70th 71st റാങ്ക് എനിക്ക് കിട്ടി. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കുറച്ചും കൂടിയൊക്കെ ഞാനൊന്ന് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ, ഒരു നല്ലൊരു കോച്ചിങ് എടുത്തിരുന്നെങ്കിൽ. ഞാൻ ഈ സ്വന്തമായിട്ട് പറ്റുമ്പോൾ പഠിക്കുന്നതിന് പകരം ഒരു കോച്ചിങ് ഒക്കെ എടുത്ത് കുറച്ചും കൂടിയൊക്കെ ഒരു എഫേർട്ട് ഇട്ടാൽ എനിക്ക് എന്തായാലും കിട്ടാവുന്നൊരു സംഭവമേ PSC ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പൊ ഞാൻ എൻ്റെ മുന്നത്തെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിലും ഞാനിങ്ങനെ കുറേ ബാങ്ക് എക്സാം ഒക്കെ എഴുതും, സ്വന്തമായിട്ട് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് റീസണിങ്ങും മാത്സ് ഒക്കെ പഠിച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങനെ എഴുതും. പക്ഷെ അങ്ങോട്ട് പ്രിലിംസ് കിട്ടും, മെയിൻസ് കിട്ടില്ല. അപ്പൊ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് എനിക്ക് ഞാൻ പഠിക്കുന്നത് അങ്ങോട്ട് ശരിയാവുന്നില്ല, എനിക്ക് വേറെ എന്തോ ഒരു ബാക്കപ്പ് എനിക്ക് വേണം, ഒരു കോച്ചിങ് എടുത്താൽ ശരിയാവും തോന്നി. അപ്പം ഇനി ഒരു പെർമനന്റ് ജോബിലേക്ക് ഞാൻ പോകുമെന്നുള്ളൊരു തോട്ടിലേക്ക് ഞാൻ വന്നു. ഇനി ടെമ്പററി ജോബിൽ നിൽക്കില്ല, ഇനി ഒരു പെർമനന്റ് ജോബ് എന്നുള്ളൊരു ഇത് ഞാൻ മനസ്സിൽ ആദ്യം ഉറപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആ കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ള പോലെ ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഞാൻ റൈറ്റ് അവേ ഞാൻ അതിലേക്ക് പോവായിരുന്നു. ഇനി ഇത് എനിക്ക് കിട്ടണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനിൽ സ്റ്റാർട്ട് ചെയ്യും. ടൈം മാനേജ്മെന്റ് പറഞ്ഞ പോലെ ചെറിയ കുട്ടീനായിട്ട് ഒക്കെ പഠിക്കാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഞാനാണെങ്കിൽ ഒരുപാട് സമയം കുത്തിയിരുന്ന് പഠിച്ചിട്ടുമില്ല. ഞാനതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയല്ല. എത്രത്തോളം സമയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക തന്നെ വേണം. പക്ഷെ ഞാൻ അത്രയും കുറേ സമയമൊന്നും ഇരുന്ന് പഠിച്ചിട്ടില്ല. പഠിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പഠിക്കുക. ഞാൻ വളരെ ലിമിറ്റഡ് ടൈമിൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയായിരുന്നു. എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ എനിക്ക് കിട്ടാറത്രേ ഉള്ളൂ. ഒരു ദിവസം 3 മണിക്കൂർ, മാക്സിമം പോയ 4 മണിക്കൂർ, അത്രേ എനിക്ക് കിട്ടാറുള്ളൂ. പക്ഷെ എല്ലാ ദിവസവും ഞാൻ ആ 3 മണിക്കൂർ എങ്ങനെയെങ്കിലും ഞാൻ കണ്ടെത്തിയിട്ടിരിക്കും കേട്ടോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കൺസിസ്റ്റൻസിയാണ് കീ. അപ്പോ തീർച്ചയായിട്ടും മാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സാം ഒരു കേക്ക് വാക്ക് പോലെ ആയിരുന്നില്ല. കാരണം ധാരാളം ചലഞ്ചസ് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ ചലഞ്ചസിനിടയ്ക്ക് ടൈം കണ്ടെത്തി പഠിക്കേണ്ടുന്ന ഒരാളായിരുന്നു. അപ്പൊ എന്തുമാത്രം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോച്ചിങ് എത്രമാത്രം മാമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ബിക്കോസ് യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ധാരാളം ചലഞ്ചസ് ഉണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ട് എത്രമാത്രം കോച്ചിങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രിപ്പറേഷൻ? ഈ എക്സാം ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് കറക്റ്റ് പറഞ്ഞാൽ ഒരു ഏപ്രിൽ 20th 2023 ഞാൻ ഈ എക്സാമിന് പഠിക്കാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ സിലബസ് എടുത്തു നോക്കി, എനിക്ക് എത്രത്തോളം എനിക്ക് പറ്റുന്ന ഒരു സിലബസ് ആണെന്ന് എടുത്തു നോക്കി ആദ്യമേ. അപ്പൊ ഇതിലുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, പിന്നെ ഡയറി. മുന്നത്തെ സിലബസ് നോക്കുകയാണെങ്കിൽ പണ്ട് GK ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സിലബസ് എടുത്തു നോക്കുമ്പോൾ ഇത്രയും സബ്ജക്ട്സ് ആണ് അതിലുള്ളത്. അപ്പൊ എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്ട്സിലൊക്കെ എനിക്ക് അത്യാവശ്യം ഒരു ബേസ് എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം +2 എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അന്ന് ഞാൻ ബയോളജിയാണ്, +2 ബയോളജിയാണ്. ബയോളജി എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ ഒരു 4 സബ്ജക്റ്റിൽ ഞാൻ അത്യാവശ്യം എനിക്കൊരു +2 പഠിച്ചിട്ടുള്ള ഒരു എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്തൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡയറി, അതും എൻ്റെ ഒരു ലക്കിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡയറി പഠിപ്പിച്ചതുകൊണ്ട് ആ സബ്ജക്റ്റും എനിക്ക് അത്യാവശ്യം എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വെറും 3 മണിക്കൂർ ഒരു ദിവസം പഠിച്ചതുകൊണ്ട് എനിക്ക് എക്സാം എഴുതിയെടുക്കാൻ എനിക്ക് പറ്റിയത്. ചിലപ്പം ഈ ഒരു ഡയറി സബ്ജക്ട് ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ബാക്കി സബ്ജക്ട്സ് അത്രയും സ്ട്രോങ് അല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ സമയം ഇരിക്കേണ്ടി വന്നേനെ. അപ്പൊ എനിക്കൊരു ബേസ് ഉള്ളതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുറെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു ഓഗസ്റ്റിൽ പ്രിപ്പറേഷൻ തുടങ്ങി. അപ്പൊ ഞാൻ ഒരു കോച്ചിങ്ങിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട് ജോയിൻ ചെയ്യണമെന്ന്. പക്ഷെ ആദ്യം എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട്, കാരണം എനിക്ക് സമയമില്ല. കോച്ചിങ് ആണെങ്കിൽ കുറെ സമയം അതിന്റെ കോച്ചിങ്ങിൽ നമ്മൾ വെറുതെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ട് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല, നമ്മുടെ എഫേർട്ടും തീർച്ചയായിട്ടും വേണം. അപ്പൊ എനിക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു കോച്ചിങ് എടുത്തില്ല. ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഞാൻ അതിൻ്റെയൊക്കെ നോട്ട്സ് ഉണ്ടാക്കി. ഈ ഒരു സിലബസ് എടുത്ത് വെച്ച് ആദ്യം തന്നെ ഞാൻ സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഇതിന്റെയൊക്കെ നോട്ട്സ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഞാൻ അപ്പൊ നോക്കിയില്ല. മാത്സും ഡയറിയും എനിക്ക് അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ അതവിടെ മാറ്റി വെച്ചു. ബാക്കി 3 സബ്ജക്ട്സ്
പഠിച്ചു തുടങ്ങാന്നുള്ളതിൽ ഞാൻ നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അറിയാവുന്ന കുട്ടികളുടെ ഒന്നൊക്കെ NCERT ടെക്സ്റ്റ് ഒക്കെ വാങ്ങിച്ചു. NCERT വാങ്ങിച്ചു വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കൂല, കുറെ വായിച്ചുണ്ടാക്കാൻ കുറെ ഉണ്ട്, അപ്പം അതിന് മാത്രമുള്ള സമയം എനിക്ക് കിട്ടുന്നുമില്ല, മോനെയും വെച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ NCERT ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ അവിടെ നിർത്തി. പക്ഷെ ബുക്കൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, SCERT ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഷോർട്ട് നോട്ട്സ്. ഞാൻ ആ നോട്ട്സ് എടുത്തിട്ട് ഞാൻ അത് വായിച്ച്, അതുപോലെ +2ന്റെ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ടാവും, ആ ക്ലാസ്സുകൾ കണ്ട് ഈ നോട്ടും വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ ഈ ഫുൾ സബ്ജക്റ്റുകൾ, ഡയറിയും ഇല്ല മാത്സും ഇല്ല, ബാക്കിയെല്ലാം ഞാനൊരു നോട്ട് എൻ്റെതായിട്ടുള്ളൊരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ വലിയ വലിയ ബുക്കുകളൊന്നും അല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഡയറി, ഇങ്ങനത്തെ ഒരു ഡയറി, ചെറിയൊരു ഡയറി, ഓരോ സബ്ജക്റ്റിനും ഒരു ഡയറി, ഫിസിക്സിന് ഒരു ഡയറി, കെമിസ്ട്രിക്ക്, അങ്ങനെ ഒരു 4 ബുക്കേ എനിക്ക് മൊത്തം എക്സാമിന് ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ വലിച്ചു വാരി നോട്ടും എഴുതിയില്ല. ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര കോൺക്രീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ. ഇപ്പം ഓംസ് ലോ, V=IR, നമുക്ക് ഏത് ഉറക്കത്തിലും ചിലപ്പോൾ ചോദിച്ചാൽ കിട്ടും. അങ്ങനെയുള്ള എനിക്ക് തറോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ നോട്ടിലേക്ക് എഴുതിയിട്ടില്ല. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ മാത്രം ഞാൻ ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു 3 മാസത്തിനുള്ളിൽ എനിക്ക് പക്ക നോട്ട്സ് ഒക്കെ എൻ്റെ കയ്യിലായി. പിന്നെ എനിക്ക് പിന്നെയും ഒരു ഡൗട്ട്, ഞാൻ ഈ പണ്ട് കളിച്ച അതേ കളിയാ പിന്നെയും ഞാൻ ചെയ്യുന്നത്. സ്വന്തമായിട്ട് പഠിക്കുന്നു, എനിക്കിത് കിട്ടൂല, എനിക്ക് എന്തെങ്കിലും ഒരു കോച്ചിങ് എനിക്ക് മസ്റ്റ് ആണെന്ന് തന്നെ എനിക്കിങ്ങനെ തോന്നിയപ്പം ഞാൻ വിചാരിച്ചു എവിടെ ജോയിൻ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കോച്ചിങ് എവിടേക്കാണ് ഉള്ളത് എന്നുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി തുടങ്ങി. അപ്പം കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത്യാവശ്യം ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ കുറച്ചൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ഭയങ്കര ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ കുറെ ഭയങ്കര കാര്യമായിട്ട് ഡീപ്പായിട്ട് ഇത് അത്രയ്ക്ക് PSCക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് തോന്നുന്ന പോലെ ചില ക്ലാസ്സുകൾ, ചിലതിലെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ വിചാരിക്കുന്നതിലും താഴേക്ക് ഉള്ള ക്ലാസ്സുകൾ. അപ്പം എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഏത് ക്ലാസ് നോക്കിയപ്പോഴാണ് ഞാൻ ടെക് PSC വീഡിയോസ് ഞാൻ കാണുന്നത്. അപ്പൊ അതെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു PSC ഓറിയന്റഡ് ആയിട്ട് തന്നെ നമുക്ക് എന്താ വേണ്ടത്, ഭയങ്കര ക്രിസ്പായിട്ട് ഒരുപാട് വലിച്ചു നീട്ടാതെ എന്നാൽ കണ്ടന്റ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ക്ലാസ് ടെക് PSCന്റെ ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ മാമിനെ കോൺടാക്ട് ചെയ്തു. അപർണ മാമിനെ കോൺടാക്ട് ചെയ്തപ്പോൾ മാം ആണെങ്കിൽ ഫുൾ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു മാമിനോട് എനിക്ക് ഇത്രയും സമയമുള്ളൂ, എൻ്റെ കാര്യങ്ങളൊക്കെ മാം കേട്ടു. മാമിന്റെ ഒരു കോൺഫിഡൻസും കൂടെ വന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഓക്കെ ആണ്, ടെക് PSCയിൽ എനിക്ക് റെഡി ആവും തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം എന്താണ് അതിൻ്റെ ഒരു പ്രീസെറ്റ് ചെയ്ത ടൈം ടേബിൾ, ഇന്ന ദിവസം ഇന്ന ക്ലാസ് ആയിരിക്കും, ഇന്ന ടൈം എന്നുള്ളത് തലേ ദിവസമേ മാം അത് പറയും ഇന്ന ക്ലാസ് ആണ് എന്നുള്ളത്. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമുക്കൊരു പ്രിപ്പറേഷൻ ഉള്ള ടൈമും അവിടെ കിട്ടും. ഇപ്പം ചില ദിവസം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു നാളത്തെ ദിവസം സെറ്റ്സിന്റെ ക്ലാസ് ആണെന്നുള്ളത് തലേ ദിവസമേ നമുക്ക് രാത്രി ആകുമ്പോഴേക്കും നമുക്ക് ഫോണിൽ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേ ഞാൻ ഈ വൈകുന്നേരത്തെ ക്ലാസ് ആവാൻ കാത്തു നിൽക്കില്ല, ഞാൻ രാവിലെ ഞാൻ ആ സെറ്റ്സിന്റെ ചാപ്റ്റർക്ക് ഒന്ന് നോക്കി വെക്കും. എന്നിട്ട് വൈകുന്നേരം ആ ചാപ്റ്റർ ആ ക്ലാസ്സിൽ ഡിസ്കഷൻ ആകുമ്പോഴേക്കും എനിക്ക് അതൊരു റിവിഷൻ പോലെ ആവാൻ തുടങ്ങി. മോർണിംഗ് ഞാൻ എൻ്റെ വക ഞാനൊന്ന് നോക്കും, വൈകുന്നേരം ആ ക്ലാസ്സും കൂടി കഴിയുമ്പോൾ ഞാൻ ആ ഒരു ചാപ്റ്റർ, സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആ ദിവസം എനിക്ക് തറവായിട്ടുള്ള ഒരു 2 റിവിഷൻ കഴിഞ്ഞ ഫീൽ എനിക്ക് കിട്ടും. എനിക്ക് കിട്ടാതിരുന്ന പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കുക. അപ്പൊ അങ്ങനെയുള്ള കുറെ പോയിന്റ്സ് കിട്ടുമ്പോൾ ഞാൻ അതും എൻ്റെ നോട്ടിലേക്ക് ആഡ് ഓൺ ചെയ്യും. എനിക്ക് പഠിക്കുന്ന സമയത്ത് ഡൗട്ട് വന്ന കാര്യങ്ങൾ അതും ഞാൻ അപ്പൊ ക്ലാസ്സിൽ ഞാൻ സാറിനോട് ചോദിക്കും. എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെ നല്ല ക്ലാസ്സുകളായിരുന്നു. കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഉള്ള ക്ലാസ്സുകൾ തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഓരോ ക്ലാസ് കഴിയുമ്പോഴും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും, അതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കി കണ്ടുപിടിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അതെല്ലാം ചെയ്ത് നമുക്കെല്ലാം കയ്യിലേക്ക് തരുന്ന പോലെയായിരുന്നു ആക്ച്വലി ക്ലാസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും മാമിനോട് ഡൗട്ട് ചോദിക്കാം. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ആയിട്ടുണ്ട്. എനിക്ക് ചിലപ്പം ഇത് ഒരു ഡൗട്ട് വരുമ്പം ഞാനത് നോക്കാൻ പോകാൻ ചിലപ്പോൾ എനിക്ക് പറ്റില്ല. ആ ഡൗട്ട് വരുന്ന സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും. അപ്പൊ എനിക്ക് പിന്നെ നോക്കാൻ മടിയാകുമ്പോഴേക്ക് അല്ലെങ്കിൽ കുറെ സമയം പോകുമല്ലോ ആകുമ്പോഴേക്കും ഞാൻ വേഗം ആ ഡൗട്ട് മാമിന് ഞാൻ മെസ്സേജ് അയക്കും. അപ്പൊ മാം അത് കറക്റ്റ് അതിന്റെ ആൻസർ എനിക്ക് അപ്പോഴേക്കും മാം അത് ഒന്നെങ്കിൽ മാം പറഞ്ഞു, വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ മാം അത് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് അത് നമ്മളിലേക്ക് എത്തിക്കും. ഇപ്പൊ ഒരുപാട് സമയം എനിക്ക് ഞാൻ ചെലവാക്കേണ്ട കുറേ സമയം എനിക്ക് മാം ആണ് ശരിക്കും പറഞ്ഞാൽ അത് ടെക് PSCയിലെ ടീച്ചേഴ്സ് ഒരുപാട് ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു കോച്ചിങ് എടുത്തത് തന്നെയാണ് എനിക്ക് ഇത്രയും കാലം കിട്ടാത്തൊരു നല്ലൊരു റാങ്ക് എനിക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോച്ചിങ് ഞാൻ എടുത്തുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഡ്രോബാക്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കോച്ചിങ് ആണ്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അറിയില്ല എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത്. നമ്മളിങ്ങനെ ഒരു കോച്ചിങ് സെന്ററിലേക്ക് പോകുമ്പോഴാണ് എത്ര പേര് ഇതിന്റെ മുകളിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് തന്നെ വരുന്നത് ഈ ഒരു കോച്ചിങ്ങിലാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഞാനൊക്കെ പഠിച്ചു, ഇത്രയേ ഉള്ളൂ, കുറച്ച് പേര് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, നമുക്കറിയാം.
അപ്പൊ അതൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു പൊസിഷൻ നമുക്ക് എക്സാമിന് മുന്നേ അറിയണം എന്നുണ്ടെങ്കിൽ അത് ഒരു കോച്ചിങ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഞാൻ എല്ലാവരോടും കോച്ചിങ്ങിന് പോവാൻ തന്നെ ഞാൻ പറയും. ഓക്കെ 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 മാം. അപ്പോ എക്സാമിന്റെ എന്റെ പ്രിപ്പറേഷൻ, അതുപോലെ ആ OMR എക്സാം, അതുപോലെ ഇന്റർവ്യൂ, ഈ സമയങ്ങളിലെല്ലാം അപ്പൊ ടെക് പീസിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ലൈക്ക് അതിനെങ്ങനെ നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റും? റേറ്റിംഗ് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ടെക് പി എസിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, എക്സാമിന്റെ തലേ ദിവസം പോലും അല്ലെങ്കിൽ അന്ന് രാവിലെ പോലും ഞാൻ മാമിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഈ ക്വസ്റ്റൻ ഇതെങ്ങനെ ആൻസർ ചെയ്യും. എനിക്കൊന്ന് സാറിനോടൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് മാം അതിന്റെയൊക്കെ ആൻസേഴ്സ് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരികയായിരുന്നു. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ മുന്നേ ഞാൻ എനിക്ക് സജി സാർ ആണെങ്കിലും ഒക്കെ എനിക്ക് എന്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മുന്നേ ഞാൻ PSCന്റെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ കൂടി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് ആ എക്സാമിൽ, ആ ഇന്റർവ്യൂവിൽ 11 മാർക്കായിരുന്നു ഏറ്റവും ലോവസ്റ്റ് മാർക്ക്. ആ 11 മാർക്കാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു, സാധാരണ നമ്മൾ കോളേജിൽ വൈവയോ അല്ലെങ്കിൽ ഒരു ജോബിന്റെ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് മാർക്ക് കുറയാറില്ല. പക്ഷെ ഈ PSCന്റെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ എന്റെ കോൺഫിഡൻസ് ഒക്കെ പോയി. ഏറ്റവും ലോവസ്റ്റ് മാർക്ക് എനിക്ക്. അപ്പൊ എനിക്ക് എന്തൊക്കെയോ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ സാറിനോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ഡയറി ഫാമിന്റെ ഒരു ഇന്റർവ്യൂവിന് പോകാൻ. അപ്പൊ എന്താണ് എനിക്ക് ടിപ്സ് ഒക്കെ തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ സാർ എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, നമ്മൾ എങ്ങനെ ഒരു ഇന്റർവ്യൂവിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, പിന്നെ നമുക്ക് PSCന്റെ ഒരു 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 എന്താ പറയാ, അതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു രീതികളൊക്കെ സാർ എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇപ്പം പിന്നെ ഒരു കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ലെങ്കിൽ തന്നെ അത് എങ്ങനെ നല്ല രീതിയിൽ അതിനെ ആൻസർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം, നമ്മുടെ ബയോഡേറ്റ ഫില്ല് ചെയ്യുമ്പം അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ആദ്യമായിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും ബയോഡേറ്റ നോർമലായിട്ട് ഫില്ല് ചെയ്യുന്നതൊക്കെ. പക്ഷേ അതിലൊക്കെ ചെറിയ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ ഇൻസൈറ്റ്സ് എനിക്ക് ഒരുപാട് സാറ് തന്നെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇന്റർവ്യൂ ഡയറി ഫാമിൽ എനിക്ക് നല്ല മാർക്ക് തന്നെ എനിക്ക് അതിൽ സെക്യൂർ ചെയ്യാൻ പറ്റി. ആ ഒരു ഇന്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെ എനിക്ക് ആ ഇന്റർവ്യൂ റൂമിൽ നിന്ന് എനിക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ എല്ലാം എങ്ങനെ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്, ആ ഒരു സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എങ്ങനെ കവർ ചെയ്യാം, കോൺസെപ്റ്റ് എങ്ങനെ കവർ ചെയ്യാം എന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എത്രത്തോളം ആയിരിക്കും അപ്പോൾ ടോപ്പിക് വൈസ് എക്സാമുകളുടെ, റിവിഷൻ ടെസ്റ്റുകളുടെ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളുടെ, അതായത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുടെ ഒക്കെ പ്രാധാന്യം ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ അത് എത്രത്തോളം ഉണ്ടാവും? മോക്ക് ടെസ്റ്റുകൾ ശരിക്കും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കി പോയാൽ മതി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു PSCന്റെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കൊണ്ട് പോയത് കൊണ്ട് ഒരാൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറിഞ്ഞിട്ട് ആൻസർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു PSCയുടെ എക്സാംസ് ഉള്ളത്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കാതെ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം നമ്മൾ എല്ലാ ടോപ്പിക്സും നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഈ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എക്സാമിൽ എങ്ങനെ OMR നമ്മൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് അറിയണമെങ്കിൽ നമ്മളൊരു മോക്ക് ടെസ്റ്റ് എഴുതി നോക്കുക തന്നെ വേണം, അല്ലെ? നമ്മൾ കുറെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറെ പഠിച്ചു പക്ഷെ എക്സാം ഹാളിൽ എത്തിയപ്പോൾ ഒന്നും എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ കുറെ തെറ്റിപ്പോയി എന്നൊക്കെ. അതൊക്കെ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കുറെയൊക്കെ. അപ്പൊ നമ്മളൊരു എക്സാം എഴുതുന്ന അതേപോലെ തന്നെ ഒരു 1.5 hour അലാം സെറ്റ് ചെയ്ത് നമ്മളൊരു എക്സാം എഴുതി നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയൂ എത്രത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്തു. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എത്ര സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഇത്ര ക്വസ്റ്റ്യൻ തീർത്തോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക തന്നെ വേണം. പിന്നെ നമ്മൾ ഈ ഒരു 1.5 മണിക്കൂർ ഫുള്ളായിട്ട് നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കരുത്. അപ്പോൾ മേ ബി ഒരു അരമണിക്കൂറിൽ ഫസ്റ്റ് റൗണ്ട് നമ്മൾ തീർന്ന് പിന്നെയുള്ള 15 minutes 20 minutes സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞ് പിന്നെയുള്ള 10 minutes ലാസ്റ്റ്, അങ്ങനെ ചെയ്യാനൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 10 മിനിറ്റ് കുറച്ചെണ്ണം കൂടി കറപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അറിയാത്തത് പോയി ചെയ്യണം എന്നല്ല. നമുക്ക് അറിയില്ല എന്നുള്ള കാര്യങ്ങൾ, ഒരു തീരെ ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് വേണം. അതിലൊരിക്കലും നമ്മൾ നെഗറ്റീവ് വരുത്താൻ പാടില്ല. പക്ഷെ നമുക്ക് ചില ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, മാത്സ് ഒക്കെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ
ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ ഒന്നും കൂടെ ചെയ്താൽ ഇതെനിക്ക് അറിയാം, ഈ ക്വസ്റ്റ്യൻ കോൺഫിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഒരുപാട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ലാസ്റ്റ് 10 മിനിറ്റ്സിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാവണം. ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ പോയി നമ്മൾ എക്സാം ഹാളിൽ എക്സാം എഴുതിയാൽ ഒരിക്കലും നടക്കില്ല. അത് എന്തായാലും ഒരു ഫ്ലോപ്പ് ആയി പോകും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റ് അത് ആ ഒരു സമയം കൃത്യമായിട്ട് നമ്മൾ ആ 1.5 മണിക്കൂർ തന്നെ സെറ്റ് ചെയ്തൊരു എക്സാം എഴുതുന്ന അതേ മനസ്സോട് കൂടി തന്നെ എഴുതി നോക്കണം. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണോ വേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് TechPSC തന്ന ഗൈഡൻസ് സപ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ശരിക്കും ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ക്വസ്റ്റ്യൻസ് കുഴപ്പിക്കുന്നതായിരുന്നു? ഇന്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാരുടെ ആ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂ ബോർഡ് എനിക്ക് ഭയങ്കര ഒരു കൂൾ ആയിട്ടുള്ള ബോർഡാണ് എനിക്ക് അന്ന് കിട്ടിയത്. എന്റെ ലക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എക്സാം ഒരിക്കലും നമുക്കൊരു PSC എക്സാം ലക്കാണെന്ന് പറയാനേ പറ്റില്ല. കുറെ പേര് അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, കുട്ടിക്ക് ഭാഗ്യത്തിന് കിട്ടിയതാ, വെറുതെ പോയി എഴുതിയിട്ട് കിട്ടിയതാ. ഒരിക്കലും അങ്ങനെ ഒരു എക്സാം ആർക്കും കിട്ടില്ല. നമ്മൾ പഠിച്ചാൽ തന്നെ നമ്മുടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്കൊരു എക്സാം കിട്ടുള്ളൂ. പക്ഷെ ഇന്റർവ്യൂവിന്റെ കേസിൽ വരുമ്പോൾ ഞാൻ പറയും അതിൽ ലക്ക് ഒരു വലിയ ഫാക്ടർ ആണ് എന്നുള്ളത്. ഇന്റർവ്യൂവിന്റെ സമയത്ത് നമുക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ അവർക്ക് നമ്മളോട് ചോദിക്കാൻ തോന്നുക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതൊക്കെ പ്യോർലി ലക്കാണ്. ഇന്റർവ്യൂവിൽ ഒരു നല്ല ലക്ക് ഫാക്ടർ ഉണ്ട്. എനിക്ക് ആ ദിവസം ഭയങ്കര ലക്കി ആയിരുന്നു. അന്ന് എനിക്കൊന്ന് വേൾഡ് ഫുഡ് ഡേ ആയിരുന്നു അന്ന്. അപ്പം എൻ്റെ അടുത്ത് ആ ദിവസം പോകുമ്പോൾ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന ദിവസം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അന്നത്തെ ദിവസം നമ്മൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കി അന്നത്തെ പേപ്പർ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. എന്തോ ഒരു ഭാഗ്യത്തിൽ ഞാൻ അന്ന് അതൊക്കെ നോക്കി പോയതുകൊണ്ടാവും എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ അതായിരുന്നു, എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഭാഗ്യത്തിന് ഞാനത് നോക്കി പോയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ ഞാൻ പറഞ്ഞ ഈ ലക്ക് ഫാക്ടർ എനിക്ക് അന്ന് നല്ല പോലെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ അന്ന് ഫ്ലേവേർഡ് മിൽക്കിനെ കുറിച്ചാണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ ഞാൻ ജോലി ചെയ്യുന്നത് IISRലാണ്. അവിടെ ഫ്ലേവേർഡ് മിൽക്സ് ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് അത് ഭയങ്കര ലക്കായിട്ട് തോന്നി. എനിക്ക് വെറുതെ ഒരു ഫ്ലേവേർഡ് മിൽക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എനിക്ക് കുറച്ചും കൂടി അതിനൊന്നും ഒരു നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റി. ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഇത് കൂടെ വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു ലക്ക് ഫാക്ടർ അന്ന് നല്ലപോലെ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ നല്ല മാർക്കൊക്കെ എക്സാമിന് വാങ്ങിക്കഴിഞ്ഞാലും ഈ ഇന്റർവ്യൂ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ റാങ്ക് ശരിക്കും നല്ലപോലെ താഴേക്ക് പോകും. ഒരു 10, 20, 30 റാങ്ക് വരെയൊക്കെ തന്നെ താഴേക്ക് പോകും. അപ്പൊ ഇന്റർവ്യൂ നമ്മൾ എക്സാമിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ഇന്റർവ്യൂവിനും കൊടുക്കുക. പലപ്പോഴും പലരും ചെയ്ത് കാണുന്നതാണ്, ഇന്റർവ്യൂ എല്ലാവരും എക്സാം കിട്ടിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂ അത്ര തന്നെ പ്രിപ്പയർ ചെയ്യില്ല. അപ്പൊ ഒരിക്കലും അത് ചെയ്ത് ഇന്റർവ്യൂ നമ്മൾ അതേ സീരിയസ്നെസ്സോട് കൂടി, എനിക്ക് വെറുതെ നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്താൽ പോരാ, അല്ലെ നമുക്ക് നല്ല റാങ്കിലേക്ക് വന്നാലേ ജോലി കിട്ടുള്ളൂ. അപ്പൊ ടോപ്പ് റാങ്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന്റെ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ റിട്ടൺ എക്സാമിന് കൊടുത്ത അതേ ഇമ്പോർട്ടൻസ് ഇന്റർവ്യൂവിലും കൊടുക്കുക. നമുക്ക് പല എന്താ പറയാ പഠിക്കാൻ ഒക്കെ നമുക്ക് ചിലപ്പോൾ മടി ഉണ്ടാവും. അപ്പൊ അതൊന്നും അവരുടെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഫയർ നമ്മൾ ജോലി കയറുന്ന വരെ, ഞാൻ എക്സാം കഴിയുന്ന വരെ ഒന്നും പറയില്ല, ജോലിയിൽ കയറുന്ന വരെ നമ്മൾ ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവണം. ജോലിയിൽ ഞാൻ കയറിയിട്ടേ ഞാൻ എൻ്റെ പഠിത്തം നിർത്തുള്ളൂ എന്നുള്ളൊരു ഇത് നമുക്ക് വേണം. അപ്പോ മുൻപ് പറഞ്ഞ 2 ആൻസേഴ്സ്, അതില് ഒരു ആൻസറിൽ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കൺസിസ്റ്റൻസിയെ പറ്റി സംസാരിച്ചു. ഇപ്പോ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക, അതായത് പ്രിപ്പറേഷൻ ചിലപ്പോൾ മാസങ്ങൾ നീണ്ടേക്കാം. അപ്പൊ ഇത്രയും സമയവും ആ ഒരു കൺസിസ്റ്റൻസി ആൻഡ് നമ്മളെ തന്നെ ഇങ്ങനെ ഫ്യൂലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. എന്നാലും എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ട്രാക്കിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മാറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ബാക്ക് ഓൺ ട്രാക്ക് എത്താനായിട്ട് ഒരുപക്ഷെ ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷന്റെ കൂടെ ആവശ്യം വേണ്ടി വന്നേക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ TechPSC എത്രത്തോളം ആ ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ തരാനൊക്കെ അതിലൊക്കെ എത്രത്തോളം സക്സീഡ് ആയിട്ടുണ്ട്? നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ പോലെ മോട്ടിവേഷൻ ഒക്കെ പോവാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഭയങ്കര എന്തായാലും പഠിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറ്റുമോ നടക്കുമോ എന്നൊക്കെ ഡൗട്ട് നമുക്ക് വരും. അപ്പം ആ സമയത്തൊക്കെ ഞാൻ തന്നെ കുറെയൊക്കെ എന്നെ തന്നെ പിന്നെയും മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും. ഒന്നുമില്ലെങ്കിൽ ഞാൻ കുറെ യൂട്യൂബിൽ ഞാൻ ഇരുന്ന് വീഡിയോസ് കാണും, അല്ലെ സക്സസ് സ്റ്റോറീസ് ഒക്കെ കാണും, കുറെ PSC ക്രാക്ക് ചെയ്തവരുടെ സക്സസ് സ്റ്റോറി. അപ്പൊ എനിക്ക് ഇതുപോലെ സക്സസ് സ്റ്റോറി ഇടണം എന്നുള്ളതിലൊക്കെ ഞാൻ കുറെ യൂട്യൂബിൽ സക്സസ് സ്റ്റോറീസ് കാണും, അങ്ങനത്തെ വീഡിയോസ് റീൽസ് ഒക്കെ ഇരുന്ന് കാണും. പിന്നെ റീൽസ് തന്നെ കണ്ടാൽ പിന്നെ വേറെ ഇങ്ങനെ മാറി പോലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പരിപാടി കുറച്ച് നിർത്തി വെച്ചു. പിന്നെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടില്ല എന്ന് തോന്നുമ്പോൾ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിനൊക്കെ വിളിച്ച് സംസാരിക്കും, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവരും കുറെ പേര് എന്നെ ഹെൽപ്പ് ചെയ്യുന്നവര് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹൃദ്യ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞാൻ എക്സാം പഠിക്കാൻ തുടങ്ങുന്നത് അവളുടെ കൂടെയാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു
വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഞാനും അവളും കൂടിയാണ് തുടക്കത്തിലൊക്കെ പഠിക്കാറ്. അപ്പൊ ഞാൻ അവൾ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. ഞങ്ങൾ ഡൗൺ ആവുന്ന സമയത്തൊക്കെ അങ്ങനെ അവൾ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഞാൻ സിസ്റ്ററിനെ വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും, എനിക്ക് പറ്റുമോ, എനിക്ക് അത്ര സമയമൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവള് പറയും, ഇല്ല നീ നോക്ക്, നിനക്ക് കിട്ടും എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഒരാൾ നമ്മൾ പറയുന്നതിനെക്കാട്ടും നമ്മളെ വേറുള്ള ഒരു കോൺഫിഡൻസ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഒരു എനർജിയാണ്. ഇപ്പം പേരൻസ് ആണെങ്കിലും ശരി, എനിക്ക് എന്നെക്കാട്ടിലും അവർക്ക് വിശ്വാസമായിരുന്നു എനിക്കിത് കിട്ടുമെന്ന്. പിന്നെ എന്ത് പഠിക്കാൻ റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് എന്ത് പഠിക്കാൻ വേണ്ടി ഞാൻ എന്തൊരു ആവശ്യം പറഞ്ഞാലും അവർ എപ്പം വേണമെങ്കിലും ചെയ്തു തരാൻ റെഡി ആയിട്ട്, എന്താണെങ്കിലും സമയമായിട്ടാണെങ്കിലും അതിന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണെങ്കിലും എല്ലാത്തിനും അവർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ മോനെ നോക്കാനാണെങ്കിലും ഒക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ ഈ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ക്ലാസ്സുള്ള സമയത്തൊക്കെ മോനെ നോക്കാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ തന്നെ കഴിയുന്നതും ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എപ്പോഴും വെക്കുമായിരുന്നു. അപ്പം മോനെ ആരെങ്കിലും നോക്കി അങ്ങനെ എനിക്ക് എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. കുട്ടിയുടെ കാര്യങ്ങൾ ഒരിക്കലും എന്റെ പഠിത്തത്തിന് വേണ്ടി മോന്റെ കാര്യങ്ങൾ മാറ്റി വെക്കുക അതെനിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ അവന്റെ കാര്യങ്ങൾ നോക്കി, എന്റെയും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ കിട്ടുന്ന സമയം ഞാൻ പഠിക്കാനിരിക്കാറുള്ളൂ. അതാ ഞാൻ പറഞ്ഞത് 3 മണിക്കൂറേ എനിക്ക് കിട്ടാറുള്ളൂ. ചില ദിവസം ഉച്ചവരെ എന്തായാലും എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് ശേഷം അവൻ ഉറങ്ങുന്ന ആ ഒരു സമയം, ആ ഒരു മണിക്കൂർ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങും. അപ്പൊ ആ ഒരു മണിക്കൂർ, പിന്നെ രാത്രി അവൻ ഉറങ്ങിയാൽ അതിനുശേഷം ഒരു 2-3 മണിക്കൂർ മാക്സിമം. ചില ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങില്ല, അപ്പൊ ആ ദിവസം എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ടെൻഷൻ ആവും, പഠിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് എന്നോട് പറയും, അയ്യോ എന്നൊന്ന് മോട്ടിവേറ്റ് ചെയ്യുമെന്നൊക്കെ പറയും. പിന്നെ എന്താ പറയുക, നമ്മുടെ ഹേറ്റേഴ്സിനെ വരെ നമ്മൾ മോട്ടിവേഷൻ ആക്കിയിട്ട് മാറ്റുക, അതായിരുന്നു പിന്നെ ഞാൻ എടുത്തൊരു പോളിസി എന്ന് പറയുന്നത്. അപ്പം ചിലർ പറയും, അയ്യോ കുറെ കാലമായല്ലോ പഠിക്കുന്നു, എപ്പോഴും പഠിത്തമാണല്ലോ, അല്ലെങ്കിൽ ഇവള് പഠിച്ചിട്ട് ഇവർക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അതും മോട്ടിവേഷൻ ആക്കാൻ തുടങ്ങി. അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പഠിക്കാം. അപ്പൊ നമ്മൾ എന്തിലും നമ്മളൊരു മോട്ടിവേഷൻ കണ്ടുപിടിക്കുക. നമ്മളെ ഹേറ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ശരി, എല്ലാത്തിലും നമ്മളൊരു പോസിറ്റീവ് കാണുക. എനിക്കിത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ശരിക്കും എനിക്ക് എന്റെ ഹെൽപ്പ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ താങ്ക്സ് ശരിക്കും എന്റെ ഹേറ്റേഴ്സിനോടാണ്. അതായിരുന്നു എനിക്ക് എപ്പോഴും ഒരു ഇതായിട്ട് നിന്നത്, കിട്ടണം എന്നുള്ളൊരു തോട്ട് വന്നത്. അപ്പൊ എല്ലാത്തിലും നമ്മളൊരു പോസിറ്റീവ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മാമിനോട് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കും, എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ മാം പറയില്ല അതൊന്നും നോക്കണ്ട, പഠിച്ചോ എന്നുള്ള രീതിയിൽ മാമും പറയും. പിന്നെ അതിനനുസരിച്ച് എന്റെ ക്ലാസ്സുകൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ വരെ തുടങ്ങി മാം. അപ്പൊ അതെനിക്കൊക്കെ ഭയങ്കര ഹെൽപ്പ് ആയിട്ടുണ്ട്. ചില ദിവസം ഞാൻ പറയും എനിക്ക് ഈ സമയം പറ്റില്ല, ഞാൻ ഇവന് ഉച്ചയ്ക്ക് ഉറങ്ങുമെന്ന് വിചാരിക്കും, ചിലപ്പോൾ അവന് ഉറങ്ങൂല, ചിലപ്പം അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ ഞാൻ മാമിനോട് മെസ്സേജ് അയക്കും, എനിക്ക് ആ ക്ലാസ് എനിക്ക് ആ സമയത്ത് കയറാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ മാം എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് വേണ്ടിയിട്ടൊക്കെ കുറെ ക്ലാസ് ഒക്കെ മാം മാറ്റി തന്നിട്ടുണ്ട്, സമയമൊക്കെ മാറ്റി തന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് താങ്ക്സ് മാമിന്. പിന്നെ കയറാൻ പറ്റാത്ത സമയത്ത് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും ഒക്കെ മാം എല്ലാ രീതിയിലും ഉള്ള മാമിന്റെ സൈഡിലുള്ള എല്ലാ ഹെൽപ്പും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ്. ഓക്കെ മാം. അപ്പോ ഇനി അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, ഇനി ഒരു PSC പ്രിപ്പയർ, അപ്പോ മാം പല ആൻസേഴ്സ് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു ഈ പ്രിപ്പറേഷന്റെ സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് എല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ചില ബുദ്ധിമുട്ടുകൾ, മറ്റു പലരുടെയും ചോദ്യങ്ങൾ, അതിനൊക്കെ ആൻസർ ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇനി PSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ചലഞ്ചസ് എല്ലാം ഫേസ് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ എല്ലാം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഓരോ ടോപ്പിക്കിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് ഇനി PSC പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻസിന് എന്ത് അഡ്വൈസ് ആയിരിക്കും മാമിന് കൊടുക്കാനുള്ളത്, മാമിന്റെ എക്സ്പീരിയൻസ്? ഞാൻ ഫസ്റ്റ് തന്നെ പറയാ, നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ആദ്യം തന്നെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവുക. ഞാനൊരു എക്സാം എഴുതിയെടുക്കും, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഈ ഒരു എക്സാം എഴുതിയെടുക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെ നമ്മളെ പ്രശ്നങ്ങൾ ചിലപ്പം കൂടിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു കോൺഫിഡൻസ് ലെവലും കൂട്ടുക. എന്തായാലും എന്ത് പ്രശ്നം വന്നാലും ഓക്കെ, ഇതിൽ വലുത് വന്നാലും ഞാൻ എടുക്കും എന്നുള്ളൊരു സ്പിരിറ്റിൽ തന്നെ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. പിന്നെ വെറുതെ കണ്ടത് വാരി വലിച്ച് പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. വളരെ ക്രിസ്പായിട്ട് പ്രിസൈസ് ആയിട്ട് എന്താണോ PSCക്ക് വേണ്ടത് എന്നുള്ളത് അറിഞ്ഞ് പഠിക്കുക. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു സിലബസ് വന്നപ്പോൾ തന്നെ, ഒരു 3 മാസം മുന്നേ നമുക്ക് സിലബസ് കിട്ടും. ആ സിലബസ് വന്നപ്പോൾ തന്നെ ഞാൻ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തു. എൻ്റെ ഉണ്ടായിരുന്നു അത്. അപ്പം ഇതാണ് ഇപ്പൊ എന്റെ സിലബസ്. അപ്പൊ ഇത് കണ്ട ഒരിക്കലും എന്റെ സിലബസ് ആണെന്ന് പറയില്ല, കാരണം അത്രയും ഞാൻ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുനുകുന എഴുതി വെച്ചേക്കാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലബസ് എടുക്കും, അതിലുള്ള ടോപ്പിക് നോക്കും, അത് പഠിക്കും. അങ്ങനെ ഫുൾ സിലബസ് കഴിഞ്ഞ് ഒരു റൗണ്ട് പഠിച്ചു കഴിഞ്ഞ ശേഷം സെക്കൻഡ് റൗണ്ട് റിവിഷൻ തുടങ്ങി. സെക്കൻഡ് റൗണ്ട് റിവിഷനിൽ എന്റെ സിലബസ് ബുക്ക്, എന്റെ ഈ പ്രിന്റ് ഔട്ട് ഭയങ്കര നീറ്റ് ആയിരുന്നു, ഞാൻ അതിലൊന്നും എഴുതിയില്ല.
സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞ് തേർഡ് റൗണ്ടും ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പം ഈ 2 പ്രാവശ്യം പഠിച്ചിട്ടും എനിക്ക് തലയിൽ അങ്ങോട്ട് കയറാത്ത കാര്യങ്ങൾ ഞാൻ ഈ സിലബസ് ബുക്കിൽ എഴുതാൻ തുടങ്ങി. ഈ ഒരു പ്രിന്റ് ഔട്ടിൽ ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ടോപ്പിക് ഇലക്ട്രിസിറ്റിയിലാണെങ്കിൽ അതിൽ എനിക്ക് തീരെ നിൽക്കാത്തൊരു ഇക്വേഷൻ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, മൊബിലിറ്റി VD/E. ആ ഇക്വേഷൻ എനിക്ക് എത്ര പഠിച്ചിട്ടും എനിക്ക് എന്തോ അങ്ങോട്ട് നിൽക്കുന്നില്ല. അപ്പൊ ഞാൻ ആ ഒരു ടോപ്പിക്കിൽ, എന്റെ സിലബസിൽ ആ ഒരു ടോപ്പിക്കിൽ അതിന്റെ നേരെ ഞാൻ ഈ ഒരു ഇക്വേഷൻ എഴുതിയിടും. അങ്ങനെ ഈ ഒരു എക്സാം സമയമാകുമ്പോഴേക്കും എന്റെ ഇതൊന്നും അറിഞ്ഞു. അപ്പൊ എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പിന്നെ ഈ ബുക്സ് ഒന്നും എനിക്ക് പഠിക്കണം, എന്റെ ബാക്കി ബുക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ലാസ്റ്റിലേക്ക് എക്സാമിന് പോകുന്ന 2-3 ദിവസം മുന്നേ ഈ ഒരു പ്രിന്റ് ഔട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ. എനിക്ക് ഉറപ്പായി അത് ബാക്കി ബുക്ക് ഫുൾ എനിക്ക് അറിയാം. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഈ പ്രിന്റ് ഔട്ടിൽ ഈ ഒരു 5-6 പേജിലുള്ളതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റിൽ ഞാൻ എന്താക്കി, ഈ 2-3 ദിവസം എക്സാമിന്റെ മുമ്പുള്ള 3 ദിവസം എനിക്ക് പഠിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എനിക്ക് അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ച ഇതെല്ലാം എനിക്ക് ഓർമ്മ ഉണ്ടാവുന്ന വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. റിപ്പീറ്റഡ് റിവിഷൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 2ഉം 3ഉം അത് കഴിഞ്ഞിട്ട് എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ റിവിഷൻ ചെയ്യാം. അത് നമുക്ക് അഡ്വാൻറ്റേജ് ആവുകയുള്ളൂ. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് 3 മാസം, മൊത്തം ഒരു 8 മാസമാണ് ഞാൻ ഈ എക്സാമിന് വേണ്ടി പഠിച്ചത്. അതിലൊരു 4 മാസം ജസ്റ്റ് നോട്ട് മേക്കിംഗ് മാത്രമായിരുന്നു. പിന്നെയുള്ളൊരു 4 മാസത്തിനെ ഞാൻ ഡിവൈഡ് ചെയ്തു. അതിലൊരു 2 മാസത്തിൽ ഒരു റൗണ്ട് റിവിഷൻ തീർത്തു. പിന്നെയുള്ള ഒരു 2 മാസത്തിനെ ഞാൻ പിന്നെ ഞാനൊരു 3 റിവിഷനെങ്കിലും തീർത്തിട്ടുണ്ടാവും. പിന്നെ എക്സാമിന്റെ ലാസ്റ്റ് ഒരു 15 ഡേയ്സിൽ തന്നെ ഞാൻ പിന്നെയും ഒരു 2 റിവിഷൻ തീർത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ച് സമയത്തിൽ തന്നെ നമ്മൾ റിപ്പീറ്റഡ് റിവിഷൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുള്ള് സബ്ജക്ട് പഠിക്കാൻ പിന്നെ നമുക്കൊരു 3 ദിവസം മതി. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോലെ എക്സാമിന് പോകുമ്പോൾ എനിക്ക് പഠിക്കാൻ ഈ ഒറ്റ സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ തറവാണെന്നുള്ളൊരു ഇതെനിക്ക് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കോഡുകൾ, നമുക്ക് തലയിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ടല്ലോ, നമ്മളതായിട്ടുള്ള എന്തെങ്കിലും ഫണ്ണി കോഡ്സ്, നമുക്ക് തന്നെ നിൽക്കുന്ന പോലത്തെ എന്തെങ്കിലും സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കഥകൾ ഉണ്ടാക്കിയിട്ടൊക്കെ പഠിക്കുക. പിന്നെ ഞാനിങ്ങനെ സ്റ്റിക്കി നോട്ട്സ് എഴുതി വെക്കുമായിരുന്നു എപ്പോഴും. എനിക്ക് തീരെ നിൽക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിക്കി നോട്ട് എഴുതിയിട്ട് ബെഡിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഞാൻ ബാത്റൂമിൽ വരെ ഞാൻ ഒട്ടിച്ചു വെക്കാറുണ്ട്. അപ്പൊ വെറുതെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നടന്നു പോകുന്ന ഏരിയയിൽ, അപ്പൊ പച്ചക്കറി മുറിക്കുകയാണെങ്കിലൊക്കെ എന്റെ കയ്യിൽ എപ്പോഴും ഒരു കുഞ്ഞു പേപ്പറൊക്കെ ഉണ്ടാവുമായിരുന്നു ആ പഠിക്കുന്ന സമയത്ത്. പോക്കറ്റിൽ ഒരു ചെറിയ പേപ്പർ, അല്ലെങ്കിൽ ഫോണിൽ ഞാൻ ഫോട്ടോ എടുത്ത് പോകും. എനിക്ക് നിൽക്കാത്ത സാധനങ്ങൾ ഫോണിൽ ഞാൻ ഫോട്ടോ എടുത്ത് പോകും. എന്നിട്ട് ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞു, മോൻ ചെറിയ കുട്ടിയാണെന്ന്, അവനെ ഫീഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഞാൻ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെക്കും. എപ്പോഴും ഞാൻ കിട്ടുന്ന സമയം ഫുള്ള് ഞാൻ പഠിക്കുകയായിരുന്നു. കുറച്ച് സമയം കിട്ടുന്നതെങ്കിലും ആ സമയമൊക്കെ ഞാൻ പഠിക്കുകയായിരുന്നു. പച്ചക്കറി മുറിക്കുകയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്താലും എൻ്റെ കൂടെ ഒരു ബുക്ക് ഉണ്ടാവുമായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് സമയം, ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. സമയം കിട്ടുന്നില്ല എന്നും പറയരുത്. കാരണം കിട്ടുന്ന സമയത്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ജോലി കിട്ടും എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് എന്റെയൊക്കെ കേസ്. എനിക്ക് ലിമിറ്റഡ് ടൈമിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആകെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സമയം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, ഇത് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിക്കുക, ക്രിസ്പായിട്ട് വേണ്ടത് മാത്രം പഠിക്കുക, സ്മാർട്ട് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, സ്മാർട്ട് വർക്ക് ചെയ്യുക. പിന്നെ എന്താ, ഇത്രയൊക്കെയാണ് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത്. പിന്നെ കോഡ്സ് ഒക്കെ യൂസ് ചെയ്യുക, അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും, ആ ഒരു ഇത് എപ്പോഴും വേണം. പിന്നെ നമ്മൾ ചുറ്റുമുള്ളവർ എന്ത് പറയുന്നു നമ്മൾ നോക്കണ്ട, നമ്മൾ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ജോലി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒരു ജോലി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന പ്രശ്നങ്ങളെ പിന്നെ നമുക്ക് ഉണ്ടാവും. ഒരു ജോലി ഇല്ലെങ്കിൽ നമ്മൾ വല്ലാതെ നമ്മൾ തളർന്നു പോകും. ഇപ്പം അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ എല്ലാവർക്കും ഒരു ജോലി മസ്റ്റ് ആണ്. അത് നമുക്ക് പറ്റുമ്പോൾ തന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ മുന്നേ തന്നെ നിങ്ങൾക്ക് ജോലി ആക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നൊക്കെ നമുക്ക് കുറച്ച് സമയം കിട്ടുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത് യങ് ഗേൾസിനോട് എന്തായാലും നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്നല്ല, ഒരു ജോലി നിങ്ങൾ സെക്യൂർ ചെയ്യാൻ തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കാരണം ഓരോ ക്വസ്റ്റിനും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് പറഞ്ഞത്. ആ ആൻസേഴ്സിൽ തന്നെ നമുക്കറിയാം ഈ ഒരു ഫീൽഡിൽ ഇനി ഇങ്ങോട്ട് വരാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നവര് തീർച്ചയായിട്ടും ഇത് കേട്ട് മോട്ടിവേറ്റഡ് ആകണം എന്നൊരു ആഗ്രഹം തീർച്ചയായിട്ടും ആ ഓരോ ഉത്തരത്തിലും ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അതുകൂടാതെ ഇനി ഇത്തരത്തില് ഒരു ലക്ഷ്യബോധത്തോടെ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ കൂടെ വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു.